നമ്മളെ വിട്ടു പിരിഞ്ഞൊരു നടനുണ്ട്, മേഘനാഥൻ. ഇന്ന് മേഘനാഥനെ കുറിച്ച് നമ്മളൊന്ന് മേഘനാഥൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. മേഘനാഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലങ്കൻ നായരുടെ മകനാണ്. ബാലങ്കൻ നായർ നല്ലൊരു കലാകാരനാണ്. അപ്പോൾ അതേപോലെ തന്നെ മകനും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. വില്ലൻ കഥാപാത്രങ്ങളാണ് ഒരുപാട് നമ്മൾ മേഘനാഥൻ്റെ കണ്ടിട്ടുള്ളത്. വില്ലന്മാരൊക്കെ പാവങ്ങളാന്ന് പറഞ്ഞ പോലെ പച്ച പാവമായി മനുഷ്യൻ. അപ്പോൾ മേഘനാഥന് നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഓട്ടോമൊബൈൽ ഒക്കെ പഠിച്ച് അവിടെ നിന്നൊക്കെ പാസ്സായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സിനിമ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂപ്പര് സിനിമയിലേക്ക് വേണ്ടിയിട്ട് മൂപ്പര് നമ്മുടെ ബാലങ്കൻ നായർ അഭിനയിക്കുന്ന പടങ്ങളിലൊക്കെ ലൊക്കേഷനിൽ മൂപ്പര് പോകാണ്ടായിരുന്നു. അങ്ങനെ സിനിമേനെ ഒരുപാട് മൂപ്പർക്കും ഇഷ്ടമാണ്, അഭിനയിക്കാനും ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അസ്ത്രം എന്ന പടത്തിൽ മൂപ്പർക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. ആദ്യ ചിത്രമാണ് അസ്ത്രം. 1983 ഇറങ്ങിയതാണ് അസ്ത്രം. അപ്പോൾ മേഘനാഥന് ഭാര്യയും ഒരു മകളുമാണ് ഉള്ളത്. മേഘനാഥൻ്റെ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ അടുത്താണ് മൂപ്പര് വീട്. പാടാനക്കുറിശി എന്ന് പറയും. അവിടെ മൂപ്പർക്ക് ഒരുപാട് പാടമുണ്ട്, ഒരുപാട് കൃഷിയുണ്ട്. അതിന് ഷൊർണൂർ മൂപ്പർക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, മൂപ്പർക്കൊരു ട്രാക്ടറുണ്ട്. ആ ട്രാക്ടറിലാണ് മൂപ്പർക്ക് അവിടെ പാടത്തെ കൃഷിയൊക്കെ മൂപ്പരാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മേഘനാഥൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് ഒരു നടനല്ല. അവർക്ക് അതിലൊരു മേഘനാഥനെ എപ്പോഴും ഒരു സാധാരണക്കാരനെ പോലെ തലയിലൊരു കെട്ടും കെട്ടി ട്രാക്ടറുമ്പോൾ പോണ് കാണുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ടാണ്. അവിടുത്തെ ഒരു ഇവിടെ നമ്മളൊക്കെ കാണുന്ന അതുപോലെ തന്നെ ഒരു അഹങ്കാരവും ഇല്ല, ഒരു തലക്കനവും ഇല്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ബാലങ്കൻ നായരും. അങ്ങനെ തന്നെ നടന്നത്. അപ്പോൾ അങ്ങനെയാണ് മൂപ്പര് ഈ സിനിമയിലേക്ക് വന്നത്. പിന്നെ ഒരു നല്ലൊരു കഥാപാത്രം, നല്ലൊരു വില്ലൻ വേഷമല്ലാണ്ട് നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്ന് മൂപ്പർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആരും കൊടുത്തില്ല, ആരും അങ്ങനെ അഭിനയിപ്പിച്ചില്ല. എല്ലാം വില്ലൻ തന്നെയാണ്. മേഘനാഥനെ ഒരുപാട് സഹായിച്ചത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി മൂപ്പര് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബാലങ്കൻ നായരോട് ഭയങ്കര ഇഷ്ടം മമ്മൂട്ടിക്ക്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ മൂപ്പരെ പിടിച്ചു കൊടുക്കും. അങ്ങനെ മൂപ്പർക്ക് അഭിനയം മൂപ്പർക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഈ മേഘനാഥൻ. അഭിനയിക്കാൻ മൂപ്പർക്ക് ഈ വില്ലൻ കഥാപാത്രങ്ങൾ ഒരേപോലത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്ത് മൂപ്പർക്ക് ഒരു ഭയങ്കര ഒരു മടുപ്പ് വന്നപ്പോൾ മൂപ്പര് കുറച്ച് നാൾ കൃഷിയിലേക്ക് ഒരു അപകടമൊക്കെ പറ്റി കുറച്ച് നാൾ സിനിമയിൽ ഇല്ലാണ്ട് നിന്നു. അങ്ങനെ മൂപ്പര് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയലിൽ അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് മേഘനാഥനെ അടുത്ത് പരിചയമുണ്ട്. എനിക്ക് മേഘനാഥൻ്റെ പരിചയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ നമ്മുടെ സ്നേഹാഞ്ജലി എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ സീരിയലിൻ്റെ ഷൂട്ടിങ് തൃശ്ശൂരാണ് നടന്നത്. അപ്പോൾ ആ ടീമായിട്ട് മേഘനാഥൻ നല്ല ബന്ധം, ജ്ഞാനശീലൻ മാർട്ടിനേക്കായിട്ട്. അങ്ങനെയാണ് മൂപ്പര് സ്നേഹാഞ്ജലിയിൽ ഇവിടെ അഭിനയിക്കാൻ പറ്റും. നല്ലൊരു കഥാപാത്രം, വില്ലനൊന്നല്ല, നല്ലൊരു കഥാപാത്രം. കുമരകൻ രഘുനാഥനാണ് നായകനല്ലേ, മിനി നായർ, കുമരകൻ രഘുനാഥ്, ഇവിടെ മേഘനാഥൻ, ശാരി, ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ ആ സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു മരക്കമ്പനിയിലത്തെ ജോലിക്കാരനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ആ മരക്കമ്പനിയിലത്തെ ജോലിക്കാരൻ തന്നെയാണ് മേഘനാഥനും. അപ്പോൾ അങ്ങനെ എനിക്ക് മേഘനാഥനെ വലിയ പരിചയമാണ്. ഒരു നടൻ്റേതായിട്ടുള്ള യാതൊരു ജാടയുമില്ലാത്ത ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം സീരിയലിൽ അഭിനയിക്കാൻ തന്നെ കാരണം ഈ വില്ലനായിട്ട് സിനിമയിൽ അഭിനയിച്ചാൽ വെച്ചാൽ അതിനെന്നെ വിളിക്കുമ്പോൾ മൂപ്പർക്ക് വില്ലനായി പോകാൻ താല്പര്യമില്ല. നല്ലൊരു കഥാപാത്രം നോക്കിയിരുന്നാൽ കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ വീടായിട്ട് മൂപ്പർക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. മൂപ്പർക്ക് രാത്രിയാകുമ്പോൾ വീട്ടിൽ പോകണം. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലാച്ചാൽ അത് പറ്റില്ല. ഒരു 10-15 ദിവസമൊക്കെ 20-30 ദിവസമൊക്കെ ഒരുമിച്ച് അവർക്ക് കോൾ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകാൻ പറ്റില്ല. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് പിടിച്ചു നിർത്തും. ആ പടത്തിൻ്റെ മൊത്തം സിനിമയിലെ ഷൂട്ടിംഗ് കഴിയുന്നവരെ ആളവിടെ കെട്ടി കിടക്കേണ്ടവർ. ഇന്നിപ്പോൾ ഭയങ്കര അസൽ ചാർട്ടിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം 2 ദിവസം 3 ദിവസം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനുള്ള ആ നടൻ്റെ എല്ലാ ഭാഗങ്ങളും അവർ ഷൂട്ട് ചെയ്ത് തീർക്കും. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മൂപ്പർക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് മൂപ്പര് സീരിയലിൽ, അത് തൃശ്ശൂരുള്ള സീരിയലിൽ മൂപ്പർക്ക് വന്നു പോകാൻ ഭയങ്കര സുഖമാണ്.
കാലത്ത് ലൊക്കേഷനിൽ വരും, വൈകുന്നേരം മൂപ്പര് വീട്ടിൽ പോകും. അപ്പോൾ മൂപ്പർക്ക് പിന്നെ കൃഷിപ്പണിയാണെങ്കിൽ അതും ചെയ്യാം. എല്ലാം കൊണ്ട് മൂപ്പർക്ക് വളരെ ഇഷ്ടമാണ് സീരിയൽ. 2 കൊല്ലം മൂപ്പര് സ്നേഹാഞ്ജലിയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ തന്നെ ശ്രീദേവി എന്ന് പറഞ്ഞൊരു സീരിയലിലായിരുന്നു, അതിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ പോയിട്ട് അഭിനയിച്ചു. അപ്പോൾ മൂപ്പർക്ക് വരുമ്പോൾ മൂപ്പര് പറയും, സിനിമയിൽ പോകുമ്പോൾ എല്ലാവരും മൂപ്പര് മുഖത്ത് നോക്കിയിട്ടല്ല, എല്ലാങ്ങനെ തന്നെ ബാലയ്ക്ക നായരാണ് നമ്മുടെ ജയനെ കൊന്നത്. ജയനെ അന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ചവിട്ടി നിലത്തിട്ടത് ബാലയ്ക്ക നായരാന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും അങ്ങനെ സംസാരം മൂപ്പര് കേട്ടിൽ കേട്ടു. അത് കേൾക്കുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര വിഷമമാണ്. എന്താ വെച്ചാൽ ബാലയ്ക്ക നായർ എന്ന അസുഖമായിട്ട് കിടക്കുക, കുറേ നാൾ അസുഖമായിട്ട് കിടന്ന് കഷ്ടപ്പെട്ടാണ് ബാലയ്ക്ക നായർ മരിച്ചത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മൂപ്പർക്ക് വലിയ വിഷമമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലയ്ക്ക നായരിൽ വളരെ നിരപരാധിയും. ബാലയ്ക്ക നായർ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഈ മേഘനാഥൻ്റെ ഇത് പറഞ്ഞ പോലെ തന്നെ ആളെ കാണുമ്പോൾ ഒരു ഭയങ്കര മുരടനാന്ന് തോന്നിയാൽ പാവണ് ബാലയ്ക്ക നായർ. ബാലയ്ക്ക നായരും ജയനെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ബന്ധമാണ്. സോമൻ സുഭാനെങ്കിൽ അത്രയും നല്ല ബന്ധമാണ്. പിന്നെ ആ സീനിൽ ഹെലികോപ്റ്ററിൽ നിന്ന് കയറി നിന്ന് ചവിട്ട് കാണുമ്പോൾ തോന്നും ബാലയ്ക്ക നായർ എന്തോ ഗൗരവം കൊണ്ട് ചവിട്ടി നിലത്തിട്ടാണ്. അതൊന്നും അല്ല, അതൊക്കെ ഒരു സീനിൽ അവർ ചെയ്യുന്ന ഒരു അഭിനയം മാത്രമാണ്. ബാലയ്ക്ക നായർ ജയൻ്റെ മരണമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ പലരും പറഞ്ഞു നിൽക്കുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര വിഷമം അത്. അപ്പോൾ അതും കൂടിയാണ് മൂപ്പര് സിനിമയിലേക്ക് പോകാൻ മൂപ്പർക്ക് വലിയൊരു വിഷമം. അപ്പോൾ അങ്ങനെ എല്ലാവരും പറയണ കേൾക്കുമ്പോൾ നമ്മളും ഒരു വിഷമം ഉണ്ടാവും. നമ്മുടെ അച്ഛൻ വേറൊരാളെ ഒരു വലിയൊരു നടനെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ. ജയം മരിച്ചിട്ട് ബാലയ്ക്ക നായർക്ക് എന്ത്? ഒന്നുമില്ല. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ബാലയ്ക്ക നായർ സോമനും സുകുമാരനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ നടന്മാർക്ക് കയറി വരാൻ വേണ്ടിയിട്ട് അവരെ ഇന്ന് കാശ് മേടിച്ച് ചെയ്തോന്നൊക്കെയാണ് അന്നത്തെ പബ്ലിസിറ്റി. ഒക്കെ വെറുതെ അമേരിക്കയിൽ ജയന് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയി അവിടെ ജീവിച്ചിരിക്കുന്നു. ഇതൊക്കെ നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നുണയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. അത് ഈ നടന്മാർക്ക് എന്തോരം വിഷമം ഉണ്ടാവുമെന്ന് അറിയാം, അവരുടെ കുടുംബത്തിന് എന്ത് വിഷമം ഉണ്ടാവുമെന്ന് അറിയാം. അതൊക്കെ മേഘനാഥന് ഭയങ്കര മരിക്കുന്നവരെ മേഘനാഥന് അങ്ങനെയാണ്. മേഘനാഥ് ഇപ്പോഴൊന്നും മരിക്കേണ്ട ഒരു വ്യക്തിയല്ല, പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചത്. അപ്പോൾ ഇതാണ് നമുക്ക് മേഘനാഥനെ കുറിച്ച് ഒരു ഓർമ്മ. അപ്പോൾ ഒരു ദിവസം പോലെ നമ്മൾ മൂപ്പര് ഇവിടെയുള്ള സ്നേഹാഞ്ജലിയിൽ അഭിനയിക്കുന്ന കുറേ നടന്മാരെയൊക്കെ കൊണ്ട് മൂപ്പര് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മേഘനാഥൻ അവിടെ ഒരു നാട്ടുകാരനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മൂപ്പരെ സ്റ്റുഡിയോ കൊണ്ടുവന്ന് കാണിക്കുന്നു, മൂപ്പരെ കൃഷി കാണിക്കുന്നു, മൂപ്പരെ ട്രാക്ടർ കാണിച്ചു തന്നു, മൂപ്പരെ വീട് കാണിച്ചു തന്നു. അങ്ങനെ അപ്പോൾ ആ നാട്ടുകാർക്ക് മേഘനാഥൻ എന്ന് പറഞ്ഞൊരു പൊതുമയല്ല. ആരും എന്തെങ്കിലും മൂപ്പരിറങ്ങി നടക്കാറുമ്പോൾ കാണാനോ ഫോട്ടോ എടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വരില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദിവസം മൂപ്പരെ പണീന് നേരം വെളുത്ത് കഴിഞ്ഞാൽ ട്രാക്ടർ കൊണ്ട് പാടത്തേക്ക് പോകും, ഉച്ചയ്ക്ക് വരും. അങ്ങനെ ഒരു നാട്ടുകാരനായിട്ട് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. എന്തായാലും നല്ലൊരു കലാകാരനാണെന്ന്. ഇപ്പോഴൊന്നും മരിക്കേണ്ട വ്യക്തിയല്ല. സിനിമാക്കാർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കഥാപാത്രം കൊടുത്ത്, ഈ വില്ലനല്ലാണ്ട് നല്ലൊരു കഥാപാത്രം കൊടുത്താൽ അതിമനോഹരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് മൂപ്പര് സീരിയലിൽ തെളിയിച്ചുള്ള കുറേ സീരിയലിൽ മൂപ്പര് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ മേഘനാഥനെ കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ആ നല്ലൊരു മനുഷ്യൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി, ബാലയ്ക്ക നായരും വിട്ട് പിരിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയുള്ള നടന്മാരൊക്കെ ഇനിയും കയറി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം.